ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം മുതൽ സംസ്ഥാന ഘടകങ്ങളിൽ വരെ നടക്കുന്ന വലിയ തോതിലുള്ള അഴിച്ചുപണികൾ, അതിൽ ഈ പറയുന്ന തരത്തിൽ നിലവിലുള്ളവരെയെല്ലാം മാറ്റി, അതായത് കാലാവധി കഴിഞ്ഞ് നിൽക്കുന്നവരെയെല്ലാം മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ അത് കേരളത്തിൽ വളരെ വലിയ തോതിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതായത് പൂർണ്ണ തോതിലുള്ള ആ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ജില്ലാ അധ്യക്ഷന്മാരെ പൂർണ്ണ തോതിൽ ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ മുൻപൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ആ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടും വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുമുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കരുത്തു പകരുന്ന ഒരു കാര്യമായി കേരളത്തിൽ ഇത് മാറുമെന്ന കാര്യം ഉറപ്പാണ്. ആ ലിസ്റ്റിൽ വന്നിരിക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ബി.ജെ.പി കേരളത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാരുടെ ആ പേരുകൾ. തൃശ്ശൂർ നോർത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനെയാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ സൗത്തിൽ ശ്രീ A.R. ശ്രീകുമാറിനെയും, പാലക്കാട് ഈസ്റ്റിൽ ശ്രീ പ്രശാന്ത് ശിവനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാലക്കാട് വെസ്റ്റിൽ വേണുഗോപാലിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറം വെസ്റ്റിൽ ദീപ പുഴക്കലിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മലപ്പുറം ഈസ്റ്റിൽ PR രശ്മിൽ നാഥിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മലപ്പുറം സെൻട്രലിൽ P സുബ്രഹ്മണ്യനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോഴിക്കോട് നോർത്തിൽ CR പ്രഭുൽ കൃഷ്ണനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോഴിക്കോട് സിറ്റിയിൽ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോഴിക്കോട് റൂറലിൽ T ദേവദാസ് മാസ്റ്ററെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വയനാട്ടിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രശാന്തിനെയാണ്. കണ്ണൂർ നോർത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് KK വിനോദ് കുമാറിനെയാണ്. കണ്ണൂർ സൗത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബിജു ഏളക്കുഴിയെയാണ്. കാസർഗോഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ML അശ്വിനിയെയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് കരമന ജയനെയാണ്. തിരുവനന്തപുരം വെസ്റ്റിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് മുക്കം പാലമൂട് ബിജുവിനെയാണ്. കൊല്ലം വെസ്റ്റിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് S പ്രശാന്തിനെയാണ്. കൊല്ലം ഈസ്റ്റിൽ രാജീവ് പ്രസാദിനെയും, ആലപ്പുഴ നോർത്തിൽ PK ബിനോയിനെയും, ആലപ്പുഴ സൗത്തിൽ സന്ദീപ് വാചസ്പതിയെയും, കോട്ടയം വെസ്റ്റിൽ ലിജിൻ ലാലിനെയും, കോട്ടയം ഈസ്റ്റിൽ റോയ് ചാക്കോയിനെയും, ഇടുക്കി സൗത്തിൽ VC വർഗീസിനെയും, എറണാകുളം സിറ്റിയിൽ KS ഷൈജുവിനെയും, എറണാകുളം നോർത്തിൽ MA ബ്രഹ്മരാജിനെയും, എറണാകുളം ഈസ്റ്റിൽ PP സജീവിനെയും, തൃശൂർ സിറ്റിയിൽ ജസ്റ്റിൻ ജേക്കബിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ബി.ജെ.പിക്ക് 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെ കാസർഗോഡാണ് ML അശ്വിനിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂരിൽ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദീപ പുഴക്കൽ മലപ്പുറം, രാജീവ് പ്രസാദ് കൊല്ലം. ഈ 4 പേര് ഇപ്പോൾ ബി.ജെ.പിക്ക് 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാരെ കൂടി കിട്ടിയിരിക്കുകയാണ്. എന്തായാലും വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ജില്ലാ തലത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഇനിയിപ്പോൾ ഇത് സംസ്ഥാന ഘടക അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും സുരേന്ദ്രന്റെ സ്ഥാനത്തിൽ ഒരു മാറ്റം സംഭവിക്കുമോ? സുരേന്ദ്രന് പകരം ഇനി മറ്റൊരു അധ്യക്ഷൻ നിലവിൽ വരുമോ? അതല്ല സുരേന്ദ്രന് തന്നെ തൽക്കാലത്തേക്ക് തുടരാനായിട്ടുള്ള ഒരു സാധ്യതയാണോ നിലനിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വരും ദിനങ്ങളിൽ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ 2025 അവസാനത്തോടു കൂടി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തിൽ തന്നെ 2026 തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ നടക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഈ ഒരു സമയത്ത് തിടുക്കപ്പെട്ടുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്ത് പുതിയൊരാളെ നിയമിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം ബി.ജെ.പി ആ ഒരു തരത്തിൽ തയ്യാറാകുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും അത് കേന്ദ്രം തന്നെയാണ് അതിന് തീരുമാനമെടുക്കേണ്ടത്. അന്തിമ തീരുമാനം അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇനിയിപ്പോഴുള്ള കുറച്ച് നാളുകൾ അത് സുരേന്ദ്രന് തന്നെ തുടരാനായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നു. അതല്ല എങ്കിൽ ഇനിയിപ്പോൾ പുതിയൊരാളെ വെച്ച് പരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു മാറ്റത്തിന് തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും കേന്ദ്ര തീരുമാനം ആ ഒരു തരത്തിൽ അന്തിമമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ജില്ലാ തലത്തിൽ എന്തായാലും വലിയ തോതിലുള്ള അഴിച്ചുപണി തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അധികം വൈകാതെ തന്നെ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്.